നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി നൈസായ റവ എടുത്തിട്ടുണ്ട് 1 കപ്പ്. ആ കപ്പിന് തന്നെ 1 കപ്പ് പാലെടുത്ത് പകുതി പാൽ ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുക്കുക. സ്പൂണോ ഫോർക്കോ എന്തുകൊണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി കുറച്ച് നേരത്തേന് 15-20 മിനിറ്റ് നേരത്തേന് അടച്ചു വെക്കാം. 3/4 ബൗള് ചെറിയ ബൗളിന് ക്യാരറ്റാണ്. ക്യാരറ്റ് ഒരു ജാറിലിട്ട് കൊടുത്ത് ഇത് ചെറിയ കപ്പിന് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ആ വലിയ കപ്പിൻ്റെ നേരെ പകുതിയാണിത് കപ്പ്. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ചെരുവ എടുത്തത് ഞാൻ അലുമിനിയം ചെരുവ. അതിൻ്റെ അകത്തൊരു പേപ്പർ വെച്ച് വാട്ടർ പേപ്പറിലെങ്കിൽ ഇങ്ങനെയും ചെയ്താൽ മതി. ഓയിൽ പുരട്ടി കൊടുക്കുക. സൈഡിലെല്ലാം ഗോതമ്പ് പൊടി വതറി കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചാൽ റവ തുറന്ന് നോക്കാം. നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ബാക്കി ആദ്യം എടുത്ത് വെച്ച പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. തീരെയും കട്ട കൂടാതെ ആ പാൽ തികച്ച് ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ക്യാരറ്റും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ബൗള് കുറച്ച് ചെറുതായിപ്പോയി ഞാനെടുത്ത്. നിങ്ങളുണ്ടാക്കുമ്പോൾ കുറച്ച് വലുത് എടുക്കണം. ഇത് 1 കപ്പ് ഗോതമ്പ് പൊടി, ഗൗക്കാട്ടാന്ന് പറയും ഇവിടെ. പഞ്ചസാര അളന്ന അതേ കപ്പാണ്. ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് 1/2 കപ്പ് പഞ്ചസാര എടുത്ത കപ്പിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. ഇതുപോലെ എന്തെങ്കിലും ഓയിൽ എടുത്താൽ മതി. നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്യുക. ഇത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, വാനില എസൻസ് 1/4 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതും കൊണ്ട് ഫോർക്കും കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ബാക്കി വന്ന ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അതായത് ഇതുപോലെ ആയി കിട്ടണം ലാസ്റ്റ്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ഞാൻ വെച്ച് കൊടുത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു റിങ് വെച്ച് കൊടുക്കുക. ചീഞ്ചട്ടി ചൂടാകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കേക്കിൻ്റെ മിക്സിങ് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് തട്ടിയാൽ മതി, എയർ പോകാൻ വേണ്ടി. ഗ്യാസ് ഫ്ലെയിം ഉള്ളിലായിരുന്നു വെച്ചത്, വേഗം ചൂടാകാൻ വേണ്ടി. ഇനി കുറച്ച് വെക്കണം. ഒരു 3/4 മണിക്കൂറെങ്കിലും ആവും. ഇതിപ്പം 20 മിനിറ്റായി. ഇത് പിസ്തയാണ് ചെറുതായി അരിഞ്ഞത്. പിസ്ത വെച്ച് കൊടുക്കുക. നല്ലപോലെ കേക്ക് പൊങ്ങുന്നതിലിടക്ക് വെച്ച് കൊടുക്കണം. ആദ്യം വെച്ചാൽ കേക്കിൻ്റെ ഉള്ളിൽ കയറിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ ആകുമ്പോൾ ടൂട്ടി പൂട്ടിയോ എന്തെങ്കിലും എല്ലാം ബദാം അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം നിങ്ങൾക്ക്. ഇനി അടച്ചു വെക്കാം. ഫ്ലെയിം കുറച്ച് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത്
ഇതിപ്പം 40 മിനിറ്റ്സെങ്കിലും ആയി, 40 മിനിറ്റ് ആയി. ഏറ്റവും ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് എടുത്ത് പുറത്ത് വെക്കാം, കുറച്ച് തണുക്കട്ടെ. അടപ്പും കൂടി വെച്ച് കൊടുക്കാം. ഇനി കേക്ക് തണുത്ത് വരുമ്പോൾ നമുക്ക് എടുക്കാം. കേക്ക് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യുക, ഒന്ന് ഇളക്കിയെടുക്കുക. നല്ല ഹെൽത്തി കേക്കാണ്. ചായൻ്റെ കൂടെയെല്ലാം നല്ല സൂപ്പറായിരിക്കും. രണ്ട് തട്ടിങ്ങനെ കൊടുത്താൽ കേക്ക് ഇളകി വരും. കേക്ക് പൊട്ടിയിട്ടൊന്നും തീരെ ഒരു കേടും വന്നിട്ടില്ല നമ്മളെ കേക്കിന്. പേപ്പർ എടുത്ത് മാറ്റാം. നല്ല മണം വരുന്നുണ്ട് കേക്കിന്. നല്ല സൂപ്പർ കേക്കായി കിട്ടി. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ആർക്കും കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. കണ്ടില്ലേ, നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ്. ഒരു 4-5 ദിവസത്തേന് കേട് വരുകയില്ല. മുട്ടയൊന്നും ചേർക്കാത്ത കേക്കുമാണ്. നല്ല അടിപൊളി കേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെ കേക്ക്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുന്നില്ല ആരും, ഒന്ന് ലൈക്കെങ്കിലും ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.